താഹിർ തക്കാഫി ഉസ്താദല്ലേ? അതെ. അബ്ദുറഹ്മാൻ അജിയാണ് സൗദിയിൽ നിന്ന്. എന്താ ഉസ്താദ് എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഉസ്താദെ തടഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. എന്താ വിഷയം? അതിന് ഉസ്താദ് ഇതുവരെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉസ്താദ് ഒന്നിനും ഉണ്ടായിട്ടില്ലല്ലോ. ഉസ്താദ് പിന്നെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മദഹല്ലേ പറഞ്ഞിട്ടില്ല എല്ലായിടത്തും. എന്താണ് സംഭവം എന്താന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നത്. കാരണം ഇവിടെ ശക്തമായിട്ട് അത് പ്രചരിക്കുന്നുണ്ട്. ശക്തമായിട്ട് എന്താ സംഭവം എന്ന് അവരോട് ചോദിക്കണ്ടേ, തടഞ്ഞവരോട്. അവരെന്താ ചെയ്തത്? പൂട്ടിയിടുകയാ ചെയ്തത്. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല അവിടെ, ചോദിക്കാൻ പറയാനും ആളില്ല അവിടെ. അല്ല ഉസ്താദ് പറഞ്ഞ അറിയപ്പെട്ട ഒരു വലിയ അവരെ പിന്നെ വലിയ പണ്ഡിതനെ. അപ്പം പിന്നെ ഉസ്താദിന്റെ പിന്നെ ശരീക്കുമാരുണ്ടാവൂലേ, അവരതിൽ ഇടപെടൂലെന്തോ? അല്ല, പ്രശ്നം ഉണ്ടാക്കാൻ അടി നടക്കാനല്ല ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും സംഭവം എന്താണ്, ഒരാൾ ശിക്ഷിക്കുമ്പോ അതിന് കാരണം അറിയണ്ട നമുക്ക്. ഒരു എന്തെങ്കിലും വേണം. ഒന്നെങ്കിൽ ജിഷാൻ മാഹിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ നൗഷാദത്തിനെ പോലെയോ അല്ലെങ്കിൽ രാമന്തലിനെ പോലെയോ എന്തെങ്കിലും ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത്ര നാളും പിന്നെ കാന്തപുരം ഉസ്താദിന് വേണ്ടി മധുഹും കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു ഒരു വിവാദത്തിനും ഇടപെടാതെ ഒരാളെ പെട്ടെന്ന് മുറിയിലിട്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന് കാരണം ആരാണ്? ഇതിന്റെ ബാക്കിൽ ആരാണ്? ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങളെക്കാളും വലിയ എസ്എഫുകാരനാരാന്നില്ല ഇത്? ആരാണ് ഇതിന്റെ ബാക്കിൽ ആരാന്ന് കളിക്കുന്നത്? മൂപ്പറ നിർദ്ദേശപ്രകാരമായിരിക്കോ? മൂപ്പർ അങ്ങനെ ചെയ്യോ? അല്ല, ഈ പിന്നെ തടയുന്നവർ ഒരു കാരണം പറയില്ല ഉസ്താദ്. ഒരാളവരെ തടയുമ്പോ നിങ്ങൾ അവിടെ പോകണ്ട, നിങ്ങൾ അതിന് പഠിപ്പ് അങ്ങനെ കണ്ട മറ്റു പൂട്ടിട്ട് ഒരു മുറിയിൽ പൂട്ടിയിടുമ്പോ ഒരു കാരണം പറയണ്ട. ഞാൻ ചെയ്ത തെറ്റെന്താണ്, എന്തെങ്കിലും കളവാണെങ്കിലും എന്തെങ്കിലും ഒരു കാരണം പറയണ്ടവര്. എന്നോട് പറഞ്ഞത് എനിക്കൊന്നും നിങ്ങളോട് വെറുപ്പില്ല, എനിക്കൊന്നും അറിയില്ല. എന്നോട് നേതാക്കൾ പറഞ്ഞാണ്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞാണ്. എന്നോട് വെറുപ്പും കരുത്തത് എനിക്ക് പൊരുത്തപ്പെട്ടേ കേട്ടോ. അതെന്തെന്നൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് പച്ച മലയാളം. സുബ്ഹാന ജല്ല ജല. ഇത്ര നാളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് കിട്ടിയ സമ്മാനാണോ ഇത്? അല്ല, ഉസ്താദ് പറയാം, ഞാൻ എന്നെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന് പിന്നെ പൂട്ടിയിടേണ്ട ആവശ്യമൊന്നും നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ പോവാലോ. എന്താ ചെയ്യേണ്ട പഠിച്ചു കേട്ടിട്ട് ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റണ്ടേ? എന്തെങ്കിലും വിശ്വസിക്കാൻ. അല്ല, നിങ്ങള് പിന്നെ ഇപ്പൊ പൊന്മള ഉസ്താദ് ഇപ്പൊ വിളിച്ചാൽ കിട്ടും? മൂപ്പർ പരിപാടിക്കാണോ പ്രസംഗിച്ചു കൊടുക്കണം? അപ്പൊ ഇപ്പം വിളിച്ചാ ഇപ്പൊ ആരെയും വിളിച്ചാ ഇപ്പൊ കിട്ടുക പഠിച്ചോനെ? ഉസ്താദിന് ഒരു ഐഡിയ ഇല്ല ഇതിനെ കുറിച്ച്. ഒരു ഐഡിയ ഉസ്താദിനെ ഇതിനെ കുറിച്ച് ഇല്ല. എന്തിനാണ് ഈ ഒരു സംഭവം, എന്തിനാന്നിട്ട് ഒരു ഐഡിയ ഇല്ലേ? അതിന് ഉസ്താദിന്റെ പേര് ഇന്ന് വരെ ആരും പരാമർശിച്ചിട്ട് പോലും ഇല്ലല്ലോ. അതെ, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് വരെ ജിഷാന്റെയോ മറ്റോ ഒരാളുടെ ക്ലിപ്പിൽ പോലും ഉസ്താദിന്റെ പേര് വന്നിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെന്തിനാണ്? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ ഗ്രൂപ്പീസോ മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മതി പറയുന്ന കൂടുന്നുണ്ടെങ്കിൽ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ, വേദിയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ, ഓരോ മനുഷ്യനെ റൂമിൽ കൂട്ടിയിടുക. എന്താ ഇത്? പ്രസംഗിക്കണമെന്ന് ഞമ്മക്ക് നിർബന്ധമില്ലല്ലോ. പ്രസംഗിക്കാൻ പറയുമ്പോ അല്ലേ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കണ്ടെങ്കിൽ പ്രസംഗിക്കുന്നില്ല, ഖലാസ്, പ്രശ്നം തീർന്നില്ലേ? അതിനൊരാളെ പൂട്ടിയിടേണ്ട ആവശ്യമൊന്നും അതൊന്നല്ല. ഇതണക്കൊന്നും അതിൽ വേറെന്തോ ഒരു കളിയുണ്ട്. എന്താ ഇത്? ഗുണ്ടായിസോ? ഉസ്താദ് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ പിന്നെ തവക്കലാക്കുക.
ഞാനതെല്ലാം ഞാൻ കൊണ്ടുവിട്ടാണ് തയ്ക്കാൻ നന്നായി പഠിച്ചു. നമുക്ക് അവരുമാരിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടേ വീണ്ടൊക്കെ ചോദിച്ച് വാങ്ങണമെന്ന് അഞ്ഞോട് കഴിയുന്നത് വാങ്ങിച്ചത് വീണ്ടൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കോടെ ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എന്റെ ദോഷം പുറത്തിട്ട് ഞങ്ങൾക്ക് ഉറപ്പാം. അല്ല ഉസ്താദ് നിങ്ങളോട് ഇതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചോ? ഏത് ദിവസങ്ങളിൽ കുറിച്ച് ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും എപ്പോഴും ചോദിച്ചിരുന്നോ? അല്ല ഇന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയോ മറ്റോ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഒരു വിഷയം ഒരു സംഭവം ഒരു സൂചന പോലും ഉണ്ടായില്ല, പെട്ടെന്ന് ഒരു ദിവസം പിടിച്ച് കുട്ടിയുടെ ഞാൻ നോക്കട്ടെ പരിപാടി വിളിക്കാം.